മക്കളെ അപ്പൊ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഒന്നാമത്തെ അവിടെയായിട്ടുള്ള റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് ഇനി ചോദിക്കാൻ സാധ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പാഠം നമ്മൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. എപ്പ പ്ലസ് ടു ഉണ്ടല്ലേ, നന്നായിട്ട് പഠിച്ച എക്സാമിനുള്ള പാഠങ്ങളാണ്. അതിന്റെ ഒരു സമ്മറിയാണ് എന്ത് നമ്മുടെ ഈ ഒന്നാമത്തെ അവിടെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അധികം പറഞ്ഞു നിൽക്കേണ്ട, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മളെല്ലാവർക്കും ലൂപ്പുകൾ അറിയാം അല്ലെ? എത്ര ലൂപ്പ് ഉണ്ട്? ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. ഈ 3 ലൂപ്പിന്റെ സിന്റാക്സ് നമുക്ക് അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം, നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സിന്റാക്സ് അതിന് മുന്നേ വേറെ കാര്യം കൂടി ഉണ്ട്. എല്ലാ ലൂപ്പിന് 4 ഭാഗങ്ങളാണുള്ളത്. എന്തൊക്കെയാ? ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ട്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബോഡി ഓഫ് ദി ലൂപ്പ് ഉണ്ട്. ഈ ഒരു ലൂപ്പ് തന്നു കഴിഞ്ഞാൽ ഈ 4 ആൾക്കാരെ നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം. എന്തായാലും ഉറപ്പായിട്ടും ഇതിൽ ഒരു ചോദ്യം വന്നിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 4 ലൂപ്പ് തന്നിട്ടുണ്ട്. കണ്ടാ, ഒരു 4 ലൂപ്പ് തന്നിട്ടുണ്ട്. അത് ചോദിച്ചിരിക്കുകയാണ് ഐഡന്റിഫൈ ദ 4 components ഓഫ് ദ ഫോർ ലൂപ്പ്. അതായത് ഫോർ ലൂപ്പിന്റെ 4 കമ്പോണൻസ് തിരിച്ചറിയാം. എന്തൊക്കെ കമ്പോണൻസ്? ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. അതായത് ഈ 4 സംഭവങ്ങളും 4 പാർട്സും ഈ ലൂപ്പിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് പറയുന്നത്. അപ്പൊ നോക്കി, ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന പരിപാടിയല്ലേ? ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന പരിപാടിയാണ് അല്ലെ? അതായത് നമ്മൾ i = 1 എന്ന് കൊടുക്കാറില്ലേ? ഇവിടെ നോക്കിയടാ, കൗണ്ട് = 1. ഇതാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ. ഇനി കണ്ടീഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താ? കണ്ടീഷൻ ആണ്. ഈ ലൂപ്പ് എവിടെ വരെ വർക്ക് ആണോ കണ്ടീഷൻ ആണ്. അവിടെ നോക്കി, കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഈ കണ്ടീഷൻ തെറ്റണവർ ഈ ലൂപ്പ് വർക്ക് ആവും. അപ്പൊ ഇതാണ് എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇനി ഓരോ ലൂപ്പിന് ശേഷം എന്ത് ചെയ്യണം? വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് എന്ത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ബോഡി ഓഫ് ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ? ഈ സംഭവങ്ങളൊക്കെ ട്രൂ ആയിരുമ്പോ ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യം എന്താ കാണാം? സമ്മാണ് കാണാം. സോ ഇതാണ് എന്ത്? ബോഡി ഓഫ് ലൂപ്പ്. അപ്പൊ ഇതാണ് ഇനീഷ്യലൈസേഷൻ, ഇതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതാണ് എന്ത്? ബോഡി ഓഫ് ദ ലൂപ്പ് എന്നാണ് ആൻസർ. ഇനീഷ്യലൈസേഷൻ അതെന്താണ്? കൗണ്ട് = 1 എന്നുള്ളതാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ് ആണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നിരിക്കുന്ന നേരെ ചോദിക്കും 4 കമ്പോണൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ചോദിക്കാം ഒരു ഫോർ ലൂപ്പിനെ തരും, അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും? വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. കൺവേർട്ട് ചെയ്യാൻ എന്തറിഞ്ഞിരിക്കണം? ഈ ഫോർ ലൂപ്പിന്റെ 4 ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണം. ഇതറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവർ ഓർഡർ മാറ്റിക്കൊണ്ട് അതിനെ എന്താക്കാൻ പറ്റുള്ളൂ? വൈൽ ലൂപ്പ് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെ, പറഞ്ഞ സാധനം ദേ വന്നിരിക്കുകയാണ്. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിംഗ് ഫോർ ലൂപ്പ്. അതായത് ഈ ഒരു വൈൽ ലൂപ്പ് തന്നിട്ടുണ്ട്. വൈൽ ലൂപ്പിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ആൾക്കാർ അറിഞ്ഞിരിക്കണം. ആരൊക്കെയാ? ഇനീഷ്യലൈസേഷൻ ആരാണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആരാണ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആരാണ്? ബോഡി ഓഫ് ലൂപ്പ് ആരാണ്? ഈ 4 ആൾക്കാർ ആരാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കാലോ, ഇവിടെ ആരാണ് ഇനീഷ്യലൈസേഷൻ? എവിടെ? ഇവനല്ലേ ഇനീഷ്യലൈസേഷൻ? ഇവനാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവനാണ് എന്ത്? ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെ? കണ്ടീഷൻ. ഇവനാണ് എന്ത്? കണ്ടീഷൻ എന്ന് പറഞ്ഞത് അല്ലെ? ഇവൻ i less than 10 ഇവനാണ് കണ്ടീഷൻ. ഇനി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഇവിടെ ഉണ്ട്. i = i+1 ഒന്ന് കൂട്ടി പോകണം. ഇതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് എന്ത്? ബോഡി ഓഫ് ദി ലൂപ്പ്. സം n = സം i + 1 എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമുക്ക് ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആദ്യം ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഇടുക അല്ലെ? ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് എന്താണ്? ഫോർ. ഓക്കെ. ഇനി ഫോർ ലൂപ്പിന്റെ ബ്രാക്കറ്റിലാണ് ആരൊക്കെ വേണ്ടത്? ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. 3 ആൾക്കാർ വേണ്ടത്. ഇനീഷ്യലൈസേഷൻ ആണ് ഇത് ഇവിടെ ഉണ്ട്. i = 0 നേരെ എഴുതി കൊടുത്തു. i = 0 സിന്റാക്സ് ഇട്ടുള്ളൂ. ഇനി അടുത്ത എന്താ? അടുത്ത ടെക്സ്റ്റ് എക്സ്പ്രഷൻ. നമ്മൾ സിന്റാക്സ് പഠിച്ചിട്ടുണ്ടല്ലേ? സിന്റാക്സ് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആണ്. അതായത് കണ്ടീഷൻ. കണ്ടീഷൻ എന്താ? i less than 10. i less than 10. ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് എക്സ്പ്രഷനോ. ഇനി വേണ്ട എന്താ? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ തന്നെ കിട്ടും, എല്ലാ രീതിയിൽ തന്നെ കിട്ടും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. i = i+1 അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് i = i+1. നമ്മൾ i++ എഴുതാറില്ലേ? അതേ സാധനം തന്നെ കേട്ടോ. അപ്പൊ 3 ആൾക്കാരെ കിട്ടി. അതായത് ഇനീഷ്യലൈസേഷൻ കിട്ടി, ടെസ്റ്റ് എക്സ്പ്രഷൻ കിട്ടി, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇനി ഒരാളെ നമ്മൾ കിട്ടിയാൽ മതി. ആരാ? അത് ബോഡി ഓഫ് ദി ലൂപ്പ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബോഡി ഓഫ് ദി ലൂപ്പ് എവിടെയുണ്ടെന്ന് നോക്കാം. എവിടെയുണ്ട് ബോഡി ഓഫ് ദി ലൂപ്പ്? ദാണ്ടെ കിടക്കുന്നു. സം n = സം i+1. അവിടെ എന്താണുള്ളത്? എന്താണെന്നോ വേണ്ട ആവശ്യമില്ല. അവിടെ എന്താണുള്ളത് അതേപോലെ തന്നെ പകർത്താം. സം = സം + i. ഇവിടെ n അല്ല, ഇവിടെ ഈക്വൽ ടു ആണ്. സം = സം + i. കഴിഞ്ഞു. 4 ആൾക്കാരെ കഴിഞ്ഞു. അടുത്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈൽ ലൂപ്പ് ഇതൊന്നൊരു പ്രോഗ്രാമിന് എന്തിലേക്ക് മാറ്റി? ഫോർ ലൂപ്പിലേക്ക് മാറ്റി. അപ്പൊ ഈ മാറ്റണമെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും. മാറ്റണമെങ്കിൽ 2 അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന്, ഫോർ ലൂപ്പിന്റെ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. 2, ഇനീഷ്യലൈസേഷൻ ആരാണ്? ടെസ്റ്റ് എക്സ്പ്രഷൻ ആരാണ്? ബോഡി ഓഫ് ലൂപ്പ് ആരാണ്?
അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആരാണ് കണ്ടുപിടിക്കാൻ പറ്റും. നേരെ കണ്ടുപിടിച്ചു. ഇവനാണ് ഇനീഷ്യലൈസേഷൻ, ഇട്ട് കൊടുത്തു ഇനീഷ്യലൈസേഷൻ. ഇവനാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ, നേരിട്ട് കൊടുത്തു ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇവനാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, നേരിട്ട് കൊടുത്ത അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവനാണ് ബോഡി ഓഫ് ഗ്രൂപ്പ്, എഴുതി കൊടുത്തു ബോഡി ഓഫ് ഗ്രൂപ്പ്. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്ര എഴുതി കൊടുത്താൽ എന്ത് സംഭവിച്ചു? എന്താ ഈ വൈൽ ലൂപ്പ് എന്താ കൺവേർട്ട് ഫോർ ലൂപ്പ് ആയിട്ട് കൺവേർട്ട് ആക്കി. ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തേക്ക് പോവാം. ഒരു ചോദ്യം കൂടി ഉണ്ട്. What is an entry control loop in C++? Write the syntax for any one entry control loop. നമുക്കറിയാം രണ്ട് ടൈപ്പ് ലൂപ്പ് ഉണ്ടല്ലേ. ഏതൊക്കെയാ? എൻട്രി കൺട്രോൾ ലൂപ്പ് ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് എന്ത്? എൻട്രി കൺട്രോൾ ലൂപ്പ്. അപ്പൊ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഏതാ? ഡു വൈൽ ലൂപ്പ് ആണ് എന്ത്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ഏതാ? എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയാം. ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് സിന്റാക്സ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സോ വൈൽ ലൂപ്പിന്റെ സിന്റാക്സോ എഴുതി വെക്കാം. സിന്റാക്സ് എന്തായാലും കാണാണ്ട് പഠിക്കണം. ഓക്കെ. ഇനി എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും? ബോഡി ഓഫ് ദി ലൂപ്പിന് മുൻപാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ബോഡി ഓഫ് ദി ലൂപ്പിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. അതൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നോക്കാം. കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++. എന്തായാലും പഠിക്കാണ്ട് ആരും പോണ്ട. ബ്രേക്കും കണ്ടിന്യൂ എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് 4 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കാനുണ്ടല്ലോ. ഏതൊക്കെയാ? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ. 4 ഈ ബ്രേക്കും കണ്ടിന്യൂ ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ് സംഭവം നോക്കാല. ബ്രേക്ക് എന്താണ്, കണ്ടിന്യൂ എന്താണ്? ബ്രേക്ക് വന്നു സംഭവിക്കും. ബ്രേക്ക് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദി ലൂപ്പ് ഓർ സ്വിച്ച്. അതായത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ലൂപ്പ് അവിടെ നിൽക്കും, പ്രോഗ്രാം കൺട്രോൾ പോകും, ലൂപ്പിന്റെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ സ്വിച്ചിന്റെ പുറത്തേക്ക് പോകും. അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. പക്ഷേ കണ്ടിന്യൂ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല അല്ലേ. കണ്ടിന്യൂ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. അതായത് ഒരു ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ലൂപ്പ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൂപ്പിലേക്ക് കൊടുക്കുന്ന ആളാണ് കണ്ടിന്യൂ. അതായത് എക്സിറ്റ് ചെയ്യിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ആള് ബ്രേക്കും, ഒരു ലൂപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൂപ്പിലേക്ക് കൊടുക്കുന്ന ആള് കണ്ടിന്യൂ. ഓക്കെ അല്ലേടാ? അടുത്ത് നോക്കാം. വാട്ട് ഈസ് എ ടോക്കൺ ഇൻ C++? നമുക്കറിയാം അല്ലെ. ടോക്കൺസ് ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ടോക്കൺസ് ആർ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാം. ഇനി നെയിം എനി 3 ടോക്കൺസ്. 3 ടോക്കൺസ്. നമുക്ക് 3 5 അറിയാം. ഏതൊക്കെയാ? ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പഞ്ച്വേറ്റേഴ്സ്. 5 ആൾക്കാർ അറിയാം. നമുക്ക് ഏതെങ്കിലും 3 എഴുതി വെക്കാം. ഏതൊക്കെയാ? ഐഡന്റിഫയേഴ്സോ കീവേഡ്സോ ലിറ്ററൽസോ ഒക്കെ എഴുതി വെക്കാം. ഓക്കെ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എൻട്രി കൺട്രോൾ ലൂപ്പ് ഇൻ C++. എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എൻട്രി കൺട്രോൾ 2 ആൾക്കാർ ഉണ്ടായിരിക്കുക. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Explain implicit and explicit conversion. Implicit conversion, explicit conversion. എന്താ സംഭവം? Implicit conversion is done by the ആരാ ചെയ്യുന്നേ? കമ്പൈലർ ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ് ആരാ ചെയ്യുന്നേ? പ്രോഗ്രാമർ ചെയ്യുന്നത്. ഇനി ഇംപ്ലിസിറ്റിൽ എന്താ നടക്കുന്നത്? ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇനി എക്സ്പ്ലിസിറ്റിൽ എന്താ ചെയ്യുന്നത്? ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്യും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇംപ്ലിസിറ്റ് കൺവേർഷനിൽ കമ്പൈലർ ലോവർ ഡാറ്റ ടൈപ്പിനെ ഹയർ ഡാറ്റ ടൈപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യും. എക്സ്പ്ലിസിറ്റ് കൺവേർഷനിൽ പ്രോഗ്രാമർ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റു ഡാറ്റ ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്യും. ഇതാണ് എന്ത്? ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും. അടുത്ത നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. എന്ത് ലൂപ്പാ? വൈൽ ലൂപ്പ് തന്നിട്ടുണ്ട്, ഫോർ ലൂപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഇവിടെ ആൻസർ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ലൂപ്പ് തന്നു കഴിഞ്ഞാൽ 4 ആൾക്കാരെ കണ്ടുപിടിക്കാം. ആരാണ് ഇനീഷ്യലൈസേഷൻ? ഇവനാണ് എന്ത്? ഇനീഷ്യലൈസേഷൻ. ഇനി ആരാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ? അതായത് കണ്ടീഷൻ. ഇവനാണ് എന്ത്? കണ്ടീഷൻ. ഇനി ആരാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ ഇതാണ് എന്ത്? അപ്ഡേഷൻ. ഇനി ബോഡി ഓഫ് ദി ലൂപ്പ് കൂടെ വേണമല്ലോ. ഇവനാണ് എന്ത്? ബോഡി. അപ്പൊ ഇനീഷ്യലൈസേഷൻ കണ്ടുപിടിച്ചു, കണ്ടീഷൻ ആരാന്ന് കണ്ടുപിടിച്ചു, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ചു, ബോഡി ഓഫ് ദി ലൂപ്പ് കണ്ടുപിടിച്ചു. അപ്പൊ ഒരു വൈൽ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം 4 ആൾക്കാരെ കണ്ടുപിടിക്കാം. ഇനി എന്ത് ചെയ്താൽ ഈ 4 ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഓർഡർ മാറ്റിക്കൊണ്ട് നമുക്ക് എന്താക്കാം? ഇവനെന്താ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഫോർ ലൂപ്പ് ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? 4 എന്ന് എഴുതാം. ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ആദ്യം 4 എന്ന് എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം ഇനീഷ്യലൈസേഷൻ. ഇവിടെ ഇനീഷ്യലൈസേഷൻ ആരാ? I = 0. പിന്നെന്താ വേണ്ടേ? ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ. കണ്ടീഷൻ നാട്ടിൽ എവിടെ ഉണ്ടാരാ? I <10. ഇനി എന്താ വേണ്ടേ? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ വാല്യൂ മാറുന്നതാണ്. അതിന്റെ വാല്യൂ എവിടെ മാറുന്നത്? ഇതാണ് എന്ത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ I++.
കഴിഞ്ഞു. 3 ആൾക്കാരെ കിട്ടി. 4ാമത്തെ ആളും കൂടി ആരാ? ബോഡി ഓഫ് ദ ലൂപ്പ്. ആരാ ബോഡി ഓഫ് ദ ലൂപ്പ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇവനാണ് എന്ത് ബോഡി ഓഫ് ദ ലൂപ്പ്. എന്താ വേണ്ടേ ബോഡി ഓഫ് ദ ലൂപ്പില്? സി ഔട്ട് സം ഈക്വൽ ടു ഒരു കാര്യം അറിയണ്ട, എന്തിനുള്ള പ്രോഗ്രാം എന്ന് അറിയണ്ട, ഒരു ഐഡിയ വേണ്ട. ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ, ഫോർ ലൂപ്പ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ 4 ആൾക്കാരെ ഇനീഷ്യലൈസേഷൻ കണ്ടുപിടിക്കുക, ടെക്സ്റ്റ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക, ബോഡി കണ്ടുപിടിക്കുക. ഈ 4 ആൾക്കാരെ കണ്ടുപിടിച്ച് വെക്കുക. നേരെ കൊണ്ട് എന്ത് ചെയ്യുക? ഫോർ ലൂപ്പിലെ സിന്റാക്സ് ഇട്ട് കൊടുക്കാം. വേറെ ഒന്നും മനസ്സിലാക്കാൻ കുഴപ്പമില്ല, ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തേക്ക് പോവാ. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. എന്താ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? സ്വിച്ചും ഇഫ് എൽസ് ആയിട്ട് അല്ലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ 4 ഉണ്ട്. ഏതൊക്കെയാ? ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഇതിനകത്ത് ഇഫ് എൽസ് ഇഫ് ലാഡർ സ്വിച്ച് എന്തിനാ? മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കി, ഒരു കോഡ് വന്നിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇഫ് ആണ്. നോക്കാം, ഇഫ് പി കോഡ് ഈക്വൽ ടു സി. പി കോഡിന്റെ വാല്യൂ സി ആണെങ്കിൽ കമ്പ്യൂട്ടറിന് പ്രിന്റ് ചെയ്യണം. എൽസ് ഇഫ് അല്ലെങ്കിൽ പി കോഡിന്റെ വാല്യൂ എം എന്നാണെങ്കിൽ മൊബൈൽ ഫോണിന് പ്രിന്റ് ചെയ്യണം. ഇനി പി കോഡിന്റെ വാല്യൂ എൽ എന്നാണെങ്കിൽ ലാപ്ടോപ്പിന് പ്രിന്റ് ചെയ്യണം. ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് പ്രിന്റ് ചെയ്യണം. ഇത് എന്ത് വെച്ച് എഴുതിയിട്ടുള്ളത്? ഇഫ് എൽസ് ഇഫ് വെച്ചിട്ടല്ല എഴുതിയിട്ടുള്ളത്, ഇഫ് എൽസ് ഇഫ് ലാഡർ വെച്ചിട്ടല്ല എഴുതിയിട്ടുള്ളത്. ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു? സ്വിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ചെയ്യാലോ. സ്വിച്ചിന്റെ സിന്റാക്സ് നമുക്കറിയാം. എന്താ? സ്വിച്ച് എഴുതി, ബാക്കിയൊക്കെ സെയിം ആയിരുന്നു. സ്വിച്ച് എഴുതി, സ്വിച്ചിന്റെ എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ വേരിയബിൾ, ഇവിടുത്തെ വേരിയബിൾ ആരാണ്? പി കോഡ് ആണ്. സോ പി കോഡ് എടുത്തെഴുതി. ഇനി നോക്കാം, ഈ ഇഫ് എൽസ് ഇഫ് ചെയ്ത കാര്യങ്ങൾ നേരെ സ്വിച്ച് ചെയ്യാൻ പോവാ. അപ്പൊ ആദ്യം സ്വിച്ചിന്റെ സിന്റാക്സ് സ്വിച്ചിനെ എഴുതി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇനി നോക്കി, ഇവിടെ എന്താ? പി കോഡിന്റെ വാല്യൂ സി ആണെങ്കിൽ കമ്പ്യൂട്ടർ. നമ്മുടെ സ്വിച്ചിലേക്ക് വരുമ്പോൾ എന്താവും? കേസ് കോൺസ്റ്റന്റ് അല്ലെ, കേസ് സി ആണെങ്കിൽ കമ്പ്യൂട്ടറിന് കൊടുക്കാം, ബ്രേക്ക് ചെയ്യാം. ഇനി ഇവിടെ നോക്കിയടാ, പി കോഡിന്റെ വാല്യൂ എം ആണെങ്കിൽ മൊബൈൽ ഫോൺ. ഇവിടെ വരുമ്പോ എന്താവും? കേസ് എം ആണെങ്കിൽ മൊബൈൽ ഫോൺ. ഇനി ഇവിടെ നോക്കി, പി കോഡിന്റെ വാല്യൂ എൽ ആണെങ്കിൽ ലാപ്ടോപ്പ്. ഇവിടെ വരുമ്പോ എന്താവും? കേസ് എൽ ആണെങ്കിൽ ലാപ്ടോപ്പ്. അല്ലാത്തിന് ശേഷം ബ്രേക്കും വരുന്നുണ്ട് സിന്റാക്സ് പ്രകാരം. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇഫ് എൽസിന്റെ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാല് നേരെ നോക്കാം എന്താ സംഭവം നോക്കാം. ഇവിടെ ഡബിൾ ഈക്വൽ ടു വെച്ചിട്ടുള്ള ഉണ്ടാവും. ഡബിൾ ഈക്വൽ ടു വെച്ചിട്ട് എന്താണുള്ളത്? പി കോഡ് ഈക്വൽ ടു എം ആണെങ്കിൽ ഇവിടെ കേസ് എം എന്ന് കൊടുക്കാം, പി കോഡ് ഈക്വൽ ടു എൽ ആണെങ്കിൽ കേസ് എൽ എന്ന് കൊടുക്കാം. അപ്പൊ നേരെ രണ്ടിന്റെയും ഇഫ് എൽസ് ലാഡറിന്റെയും സ്വിച്ചിന്റെയും സിന്റാക്സ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇത് ഇന്റർസെക്ഷൻ ഓപ്പറേറ്റർ ഇൻ സി പ്ലസ് പ്ലസ് ഈസ് ഇന്റർസെക്ഷൻ അല്ല, ഇത് ഇൻസേർഷൻ ഓപ്പറേറ്റർ ഇൻ സി പ്ലസ് പ്ലസ് ഈസ് ഡാഷ് എന്ന് വെച്ചാൽ എന്താ? ഇൻസേർഷൻ ഇയാളല്ല. ഇൻസേർഷൻ ഓപ്പറേറ്റർ ആരാടാ? ഇയാളാണ് അല്ലെ, സീൻ വെച്ച് കൊടുക്കാറില്ലേ? ഇതാണ് നമ്മുടെ സി പ്ലസ് പ്ലസിലെ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് ഓപ്പറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിമൈൻഡർ ഡ്യൂറിംഗ് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അത് കൂടാതിട്ട് ഒരാൾ കൂടി ഉണ്ട്. ആരാ? മോഡുലസ്. എന്താ മോഡുലസ്? മോഡുലസ് എന്തിനാ? ഒരു ഡിവിഷൻ ചെയ്യുമ്പോൾ റിമൈൻഡർ വരും, ആ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്റർ ആണ് എന്ത്? മോഡുലസ്. ചോദ്യം നോക്കിയേ, ദ ഓപ്പറേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റിമൈൻഡർ. ആരാ? മോഡുലസ് ഓപ്പറേറ്റർ. ആരാ? മോഡുലസ് ഓപ്പറേറ്റർ. അടുത്ത നോക്കാം, ഡാഷ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഇത്ര നേരം നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് ആരൊക്കെയാ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഹു ഈസ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? ആരാ? ഡു വൈൽ ലൂപ്പ് ആണ് എന്ത്? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഇൻ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നു. ഇനി അടുത്ത് നോക്കാം, ഇത് ഓപ്പറേറ്റർ വിച്ച് ഈസ് ആൾട്ടർനേറ്റീവ് ഓഫ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഒരു കാര്യമാണ് ഇഫ് എൽസ് എന്ന് വെച്ചാൽ എന്താ? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൽസ് അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യും അല്ലെ. ഈ സെയിം കാര്യം ചെയ്തൊരു ഓപ്പറേറ്റർ ഉണ്ടാവും നമുക്ക്. ആ ഓപ്പറേറ്ററിന്റെ പേരാണ് എന്ത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. എന്നാണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതാണ് എന്ത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോർ ലൂപ്പിൽ നിന്നും വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തായാലും പഠിച്ചിരിക്കണം. അത് പഠിച്ചിരിക്കണമെങ്കിൽ ലൂപ്പിന്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാ? ഇനീഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ഈ 4 എന്താന്ന് പഠിക്കണം. അപ്പൊ എല്ലാ ലൂപ്പിന്റെ സിന്റാക്സും നിർബന്ധമായിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതേമാതിരി തന്നെ ബ്രേക്കും കണ്ടിന്യൂ എല്ലാം പഠിച്ചെടുക്കാം. ഈ കാരണം നോട്ടിൽ എഴുതി വൃത്തിക്കുക, കൺവേർഷൻ ഒക്കെ വൃത്തിക്ക് നോട്ടിൽ എഴുതി തന്നെ നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.